ശിവഗിരിയിൽ 93-ാം തീർത്ഥാടനം ഇന്ന് സമാപിച്ചു കഴിഞ്ഞു. ശിവഗിരി തീർത്ഥാടനം എപ്പോഴും കേരളത്തിന് ഒന്നാകെ, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ തിരിച്ചുവിടുന്നതിൽ അല്ലെങ്കിൽ പുതിയ ചർച്ചകൾ ഉണ്ടാക്കുന്നതിലൊക്കെ, ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതിലും വെടിമരുന്നിടുന്നതിലും ഒക്കെ പ്രധാന വേദിയാണ് ശിവഗിരി തീർത്ഥാടന കാലം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 92ാമത് ശിവഗിരി തീർത്ഥാടന സമയത്ത് ആ 3 ദിവസവും ഞാൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്ന് സ്വാമി സച്ചിദാനന്ദയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ സനാതന ധർമ്മത്തെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ കാഴ്ചപ്പാടുകൾ ഇക്കുറിയും ആവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് പറഞ്ഞത് ഷർട്ടിട്ടുകൊണ്ട് അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം, അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഗുരുവിന്റെ ചിന്തകളല്ല ഇപ്പോൾ നടക്കുന്നതെന്ന വേവലാതിയാണ് സച്ചിദാനന്ദ സ്വാമികൾ ആദ്യം പങ്കുവച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും അക്കാര്യം തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇക്കുറിയും ഉപരാഷ്ട്രപതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗുരുവും അതുപോലെ തന്നെ ശങ്കരാചാര്യരും കേരളം ഭാരതത്തിന് നൽകിയ സംഭാവനയാണ്. ഓക്കെ, അത് ശരിയാണ്. ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്ത്, കേരളത്തിൽ നവോത്ഥാനമൊന്നും സാധ്യമാകില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്നിട്ട് ഗുരുവിന്റെ ചിന്തകളെയും ഗുരുവിന്റെ ദർശനങ്ങളെയും വക്രീകരിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാനും അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാണ്. നമ്മളെല്ലാം ആ പ്രസംഗം കേട്ട വ്യക്തികളുമാണ്. ഓരോ വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ വ്യാഖ്യാനങ്ങൾ, ഭഗവത്ഗീതയെ കുറിച്ചുള്ള വ്യാഖ്യാനം, ബൈബിളിനെ കുറിച്ചുള്ള വ്യാഖ്യാനം, ഖുറാൻ വ്യാഖ്യാനം, ഇതൊക്കെ വായിക്കുമ്പോൾ അറിയാം, വായിക്കുന്ന വ്യക്തിക്ക് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ആ വായിക്കുന്ന വ്യക്തിക്ക് അത് ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അങ്ങനെ ഗുരുവിന്റെ ദർശനങ്ങളെയും ഇഷ്ടാനുസരണം വ്യാഖ്യാനിക്കാം. പക്ഷേ ഗുരു ജീവിച്ച് മരിച്ചത് ഈ മണ്ണിലാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റ് ആളുകൾ എഴുതിയത്, പ്രകീർത്തിച്ചത്, അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഗുരു പറഞ്ഞതിന്റെ അടിസ്ഥാന തത്വങ്ങൾ മാനവിക മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നാണ്. അത് ശാസ്ത്ര അവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നാണെന്ന് സ്പഷ്ടമാണ്. അല്ലാതെ അന്ധമായ മിത്തുകളുടെയും അശാസ്ത്രീയമായ സങ്കല്പങ്ങളുടെയും കെട്ടുകഥകളുടെയും പുറകെ പോകാനല്ല അദ്ദേഹം കേരളത്തോട് ആഹ്വാനം ചെയ്തത് എന്ന് സ്പഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ സവർണരുടെ ശിവനെ അല്ല നമുക്ക് ആവശ്യം, അവർണരുടെ ശിവന്, അതായത് അരുവിപ്പുറത്ത് കല്ല് വെച്ചിട്ട് ഇതാണ് ശിവൻ എന്ന് പറയാൻ തക്ക ധൈര്യം അദ്ദേഹം കാണിച്ചതിന്റെ അടിസ്ഥാന കാരണം തന്നെ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ, ജാതീയ സമൂഹത്തിനെതിരെ നടത്തിയ അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ്. അതായത് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നതിന് മുമ്പ് തന്നെ പല തരത്തിലും നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, അങ്ങനെ തുടങ്ങിയ മഹാപ്രതിഭകൾ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ അനുരണനമാണ് പിൽക്കാലത്ത് നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഐത്തോച്ചാടനം അല്ലെങ്കിൽ ഐത്തത്തിൽ നിന്നുള്ള മാറ്റം, മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ലഭിച്ചത് അന്ന് ഇത്രമാത്രം സാങ്കേതിക സൗകര്യങ്ങളോ മൈക്രോഫോൺ പോലും ഇല്ലാതിരുന്ന സമയത്ത് അവരുടെയൊക്കെ എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കേരളം ആർജിച്ച കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ തിരിച്ചു വ്യാഖ്യാനിക്കുമ്പോൾ അത് അദ്ദേഹം കണ്ടത് ഇങ്ങനെ ഒരു സനാതന ധർമ്മ ചുറ്റുപാടിൽ, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും അല്ലെങ്കിൽ ആ നേതാക്കളും വ്യാഖ്യാനിച്ച് വശം കെടുത്തി വച്ചിരിക്കുന്ന ഒരു സനാതന ധർമ്മമാണ്. നമ്മളൊക്കെ ഒന്നാണെന്നും ഒരേ വസുദൈവ കുടുംബകമാണെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന ചിന്തയും നാനാത്വത്തിൽ ഏകത്വവുമാണ് സൃഷ്ടിക്കപ്പെടേണ്ട ചിന്തയും ആ ഇമേജറിയും എന്ന് ഇരിക്കെ തന്നെ, പക്ഷേ ഏകാത്മക സങ്കല്പത്തിലേക്കും ഒരു ഹിന്ദു വർഗീയ അജണ്ടയിലേക്കും കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ഭരണകൂടം ഒരു പരിധിവരെ വിജയിച്ചു കഴിഞ്ഞു. മിത്തും അശാസ്ത്രീയമായ കടങ്കഥകളും ഒക്കെ തന്നെ ഇന്ന് പാഠപുസ്തകങ്ങളിലുണ്ട്. ഈ മിത്തുകളൊക്കെ ചരിത്ര സംഭവങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുകയും അതാണ് ശരിയെന്ന് ആളുകൾ തെറ്റായി ധരിച്ചു വെക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇക്കുറി തീർത്ഥാടനം നടന്നത്. ഇക്കുറി മുഖ്യമന്ത്രി കൃത്യം വാക്കുകളിലൂടെ പറഞ്ഞു. ആ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് 93ാമത് ശിവഗിരി തീർത്ഥാടനം ഇത്തവണ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ അതിരുകൾക്കുള്ളിൽ ഗുരുവിനെ തളച്ചിടാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണം. സ്പഷ്ടമാണ് ആ പ്രസംഗം, ഇല്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകളെയും ദർശനങ്ങളെയും
ചില ആളുകൾ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി അവരുടെ ആലകളിൽ തളയ്ക്കാൻ ശ്രമിക്കുന്നു. ശരിയാണ്. നവോത്ഥാന മൂല്യങ്ങളെ ഒക്കെ കവർന്നു കൊണ്ടുപോയി ശ്രീനാരായണ ഗുരുവെ ഒരു പർട്ടിക്കുലർ മതത്തിനും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജനവിഭാഗത്തിനും മാത്രമായി തളച്ചിടുക എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷം അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. അത് പാടില്ല എന്നാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി ശിവഗിരിയുടെ മണ്ണിൽ പോയി ഈ പ്രസംഗം കാഴ്ചവെക്കുന്നു. പക്ഷെ പിന്നീട് വന്ന കോൺഗ്രസ് നേതാക്കളാണെങ്കിലും കഴിഞ്ഞ തവണ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ മുഖ്യമന്ത്രിയെയും സച്ചിദാനന്ദ സ്വാമികളെയും വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു. ഇക്കുറിയും സമാനമായ സംഭവങ്ങൾ തന്നെയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ശേഷം ഉണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായത്ര വിവാദമോ പ്രസംഗങ്ങളുടെ വ്യാഖ്യാനമോ ഇക്കുറി ഉണ്ടായില്ല എന്നത് ഒരു ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു സംഭവം കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ശിവഗിരി സന്നിധാനവും അതായത് ശിവഗിരിയും ശിവഗിരിയിലെ സ്വാമിമാരും ഒരു പരിധിവരെ ഇടത് സർക്കാരും ശ്രീനാരായണ ഗുരു ദർശനങ്ങളെ അതേ മൂല്യത്തിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ, മൂല്യവത്തായ ആ ധർമ്മത്തെ അല്ലെങ്കിൽ മാനവിക സ്നേഹം പ്രകീർത്തിക്കുന്ന ഗുരുദേവ ധർമ്മത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വെള്ളാപ്പള്ളി എന്താണ് ചെയ്യുന്നത്? അവിടെയാണ് ഒരു ചോദ്യം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ഗുരുദേവൻ സ്ഥാപിച്ച SNDPയുടെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് എന്താണ്? ഒരു സമുദായത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത്. സമുദായ സംഘടന. അവിടെയും ഗുരുദേവനെ വ്യാഖ്യാനിച്ച് എടുക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു പ്രത്യേകത. കാരണം ഗുരുദേവൻ പ്രധാനമായും പറഞ്ഞ 8 ധർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട സംഘടന സംഘടിച്ച് ശക്തരാവുക എന്നൊരു ആശയം കൂടി അദ്ദേഹത്തിന്റെ ധർമ്മങ്ങളിൽ വരുന്നു, അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടന എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണെന്നും അത് ഭൗതികമായ വിജയം ആർജിക്കുന്നതിന് വേണ്ടിയാണെന്നും വ്യാഖ്യാനിച്ചിട്ടാണ് വെള്ളാപ്പള്ളി ഇക്കൊണ്ട പുകിലുകളൊക്കെ ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒരേ കാറിൽ പമ്പയിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് പോയി അതിന്റെ പുകിലുകൾ വേറെ നടക്കുന്നുണ്ട്. അതേ അവസരം തന്നെ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം ഒരേ സ്ഥലത്ത് ഉണ്ടാവുകയും മുഖ്യമന്ത്രി പ്രസംഗിച്ച് തീരുമ്പോഴും വെള്ളാപ്പള്ളി അവിടെയുണ്ട്. വെള്ളാപ്പള്ളി തിരിച്ചിറങ്ങി വീണ്ടും വന്ന് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഗുരുദേവ ദർശനങ്ങളെ ഗുരുദേവ ഭക്തർ എന്ന് പറഞ്ഞു നടക്കുന്ന, ഗുരുദേവന്റെ ശ്രീനാരായണീയർ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ തന്നെ കയറ് കെട്ടി വലിച്ച് ചില ആലകളിൽ കൊണ്ട് കെട്ടിയിടാൻ പോകുന്നു എന്ന ചിന്ത നമ്മളിൽ ദ്യോതിപ്പിക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട പരാജയമാണ്. കേരളം ഒരു മാതൃകയാണ്, ആഗോള സമൂഹത്തിന് തന്നെ കേരളം ഒരു മാതൃകയാണ്. അതിലെ പ്രധാന വ്യക്തിത്വങ്ങളാണ് ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ തന്നെ. അതിലൊന്നും ഒരു തർക്കവുമില്ല. അവരൊക്കെ തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും മഹത്തായ നേതാക്കൾ. ഒരു പരിധിവരെ ഇങ്ങേയറ്റത്ത് EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾ, നവോത്ഥാനത്തിന് വേണ്ടി പോരാടിയ ആളുകൾ, അവരുടെ ചിന്തയും അവരുടെ ചിന്താ സരണിയുമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഷ്ടകാലത്തിന് ഇങ്ങനെയുള്ള ചില ആളുകൾ, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും BJPയിലെയും നേതാക്കളൊക്കെ ഗുരുദേവ ധർമ്മത്തെയും ഗുരുദേവ ദർശനങ്ങളെയും വ്യാഖ്യാനിച്ച് അവരുടെ തൊടുത്തുകളിൽ കൊണ്ട് കെട്ടിയിടുന്നു. അത് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് ഭാരതത്തെ നയിച്ചുകൊണ്ടു പോകാൻ നവോത്ഥാനമൊന്നുമല്ല പ്രധാന പ്രശ്നം. നൂറ്റാണ്ടുകൾക്ക് മുന്നിൽ എന്തായിരുന്നു അതാണ് ശരിയെന്ന് വ്യാഖ്യാനിച്ച് ആളുകളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പാഠശാല എന്ന് പറയുമ്പോൾ വെളിച്ചം വീശുന്ന സ്ഥലമാണ്. പക്ഷെ അന്ധകാരം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഗുരുദേവ ദർശനങ്ങളെ കൊണ്ട് തളച്ചിടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയെയും താരതമ്യപ്പെടുത്തിയത്, മുഖ്യമന്ത്രിയും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ശിവഗിരി മഠാധിപതിയും ഉൾപ്പെടെ തന്നെ മഠത്തിലെ സ്വാമിമാരും ഒക്കെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ ദർശനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ അക്ഷീണം പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അക്കാര്യങ്ങൾ മൂല്യബോധത്തോടുകൂടി പ്രഭാഷണങ്ങളിലൂടെ ആളുകളെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയുടെ അമരത്തിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ചില നേതാക്കളും ചില വ്യക്തികളും ഗുരുദേവ ധർമ്മത്തെയും ഗുരുദേവ ദർശനങ്ങളെയും ചില ആലകളിൽ, ചില തൊഴുത്തുകളിൽ, പ്രത്യേക അന്ധകാരത്തിന്റെ തൊഴുത്തുകളിൽ കൊണ്ട് തളച്ചിടാൻ ശ്രമിക്കുന്നു എന്നത് പരിതാപകരമാണ്. എന്തിനാണ് ഈ അന്ധമായ മുസ്ലിം വിരോധം? എന്തിനാണ് ക്രിസ്ത്യൻ വിരോധം? ഇതൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശന് ഒന്നേ പറയാനുള്ളൂ. വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ്? തന്റെ സമുദായത്തിന് അർഹമായ പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്നാണ്. നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി, പാർട്ടിയിലെ നേതാക്കൾ, അവരൊക്കെ തന്നെ ഈ സമുദായത്തിൽപ്പെട്ടവരാണ്. സമുദായം, മതം, അങ്ങനെ തുടങ്ങിയ ചില കുത്സിത ചിന്തകൾ ഗുരുവിന്റെ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഗുരുവിന്റെ ദർശനങ്ങളുമായി കൂട്ടിക്കുഴച്ച് അത് ഗുരു പറഞ്ഞതാണ് അല്ലെങ്കിൽ ഗുരു അങ്ങനെയാണ് സമൂഹത്തെ കണ്ടത് എന്ന് വ്യാഖ്യാനിക്കുന്നത് സമൂഹത്തിന് ആപത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചത്. നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ
അല്ലെങ്കിൽ നമ്മളൊക്കെ അനുദിനം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സംഭവങ്ങളിൽ നിന്ന് ഒരു മോചനം വേണമെങ്കിൽ നമ്മളെയൊക്കെ നയിക്കുകയും നമ്മളെ ശരിയായ വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുദേവനും അതുപോലെ തന്നെ അയ്യങ്കാളി ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ദർശനങ്ങളെ അന്ധകാരം പഠിപ്പിക്കുന്ന, അന്ധകാരം വാരി വിതറുന്ന ഈ ഇരുണ്ട പാഠശാലകളിലേക്ക് കൊണ്ട് തളയ്ക്കാൻ ശ്രമിക്കുന്നതിനെ ചോദ്യം ചെയ്യാനും നമ്മൾ തയ്യാറാകണം. നമ്മളത് തയ്യാറായില്ലെങ്കിൽ ഈ കാലഘട്ടം നമ്മളെ പഴിക്കുക തന്നെ ചെയ്യും. നമ്മൾ വീണ്ടും നമ്മുടെ സമൂഹത്തെ ഇരുട്ടിലേക്ക് നയിച്ചു എന്ന പേരുദോഷത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളിക്കൊക്കെ ജയ് വിളിക്കുന്ന ആളുകൾ ഗുരുവിന്റെ ദർശനങ്ങളെ വെള്ളാപ്പള്ളി വളച്ചൊടിക്കുന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം.